ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ച് യാദൃശ്യമായിട്ട് ഞാനൊരു MEP ഫീൽഡ് ഡൊമൈനുള്ള ഒരു ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്തു. ആ ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് MEP ഫീൽഡായിട്ടുള്ള കുറേ ഐഡിയാസും കാര്യങ്ങളും കിട്ടിയത്. ഹായ് ഗൈസ്, എൻ്റെ പേര് മുഹമ്മദ് ദിലാജ് KK. ഞാനൊരു മെക്കാനിക്കൽ ഗ്രാജുവേറ്റ് ആണ്. 2022 ഗ്രാജുവേറ്റ് ആയത്. അതിനുശേഷം ഞാൻ മെക്കാനിക്കൽ കോർ ഫീൽഡായിട്ട് FEA സിമുലേഷനിലായിരുന്നു വർക്ക് ചെയ്തത്. ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ച് യാദൃശ്യമായിട്ട് ഞാനൊരു MEP ഫീൽഡ് ഡൊമൈനുള്ള ഒരു ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്തു. ആ ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് MEP ഫീൽഡായിട്ടുള്ള കുറേ ഐഡിയാസും കാര്യങ്ങളും കിട്ടിയത്. അപ്പം അതിനുശേഷം എവിടെയാണ് നല്ല MEP കാര്യങ്ങൾ കോഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് മയോസിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സും അതേമാതിരി തന്നെ നല്ല പ്രൊജക്ട്സും ഫോളോ ചെയ്തിട്ടുള്ള കരിക്കുലം ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം അതിനുശേഷം ഞാൻ ഇവിടെ എർമി സാറെ പറ്റി അന്വേഷിച്ചു. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീൽഡാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ MEP ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ലാസ്റ്റ് ബാച്ചിലാണ് MEP ജോയിൻ ചെയ്തത്. അതൊരു ലൈവ് സെഷൻസ് ആയിരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഭിഷേക് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് പോരായ്മകൾ ഉണ്ടായിരുന്നത്, എന്തൊക്കെ ന്യൂ സ്കിൽസ് വേണമായിരുന്നു, ഇതെല്ലാം ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത്. MEP കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഫീൽഡിന്റെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ടുള്ള എവിടെക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയായിരുന്നു ആ കാര്യങ്ങൾ അന്വേഷിച്ചു. സോ പേഴ്സണലി ദുബായിൽ എനിക്കൊരു വൺ ഓഫ് ദ ടോപ്പ് കമ്പനീസിൽ ജോബ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചത് മയോസിയുടെ സഹായം കൊണ്ടാണ്. അപ്പം താങ്ക് യു മയോസി.